എല്ലാവരും ചിരിച്ച ആയുസ് കൂടുവോ? ചിരിച്ച ആയുസ് കൂടുവോ? ചുമ്മാ പറയും ചിരിച്ചു കഴിഞ്ഞാൽ ആയുസ് കൂടുമെന്ന്. സുബ്ഹാനല്ലാഹ്. ആരാ പറഞ്ഞു? ഏറ്റവും കൂടുതൽ ആൾക്കാരെ ചിരിപ്പിച്ച ആളാ കലാപം മണി. ഇപ്പൊ ഓനെവിടാന്നറിയാവോ? പള്ളി പോയില്ലേ? ചിരിച്ച ആയുസ് കൂടുന്ന ഒരു ചുമ്മാതാടോ. അധികം ചിരിക്കാൻ പാടില്ല എന്നാ നബിതങ്ങൾ പറയുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം. നബിതങ്ങൾ പറഞ്ഞു, നീ അധികമായിട്ട് കരയണം, കുറച്ചു മാത്രമേ ചിരിക്കാൻ പാടുള്ളൂ. കുറച്ചു മാത്രമേ ചിരിക്കാൻ പാടുള്ളൂ, അധികമായിട്ട് ചിരിക്കരുത്. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹ് ഈമാൻ തരുമാറാകട്ടെ. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള ഒരു സൂറത്ത് പറഞ്ഞു തരാം. പാരായണം ചെയ്യോ എന്നാ ഓദിക്കേ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹാകുമുത് തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ കല്ലാ സൗഫ തഅലമൂന സുമ്മ കല്ലാ സൗഫ തഅലമൂൻ കല്ലാ ലൗ തഅലമൂന ഇൽമൽ യഖീൻ ലതറവുന്നൽ ജഹീമ സുമ്മ ലതറവുന്നഹാ ഐനൽ യഖീൻ സുമ്മ ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഈ സൂറത്ത് ഓതാൻ അറിയുന്നവരൊക്കെ ഒന്ന് കൈവക്കിക്കേ. അൽഹംദുലില്ലാഹ്. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഈ സൂറത്ത് പാരായണം ചെയ്ത അത് പാരായണം ചെയ്യുന്നവൻ രക്ഷപ്പെടും. ഒരുപാട് ഉമ്മമാരുടെ പരാതി, ഉസ്താദേ എൻ്റെ മക്കൾ നന്നാകുന്നില്ല, ഈ സൂറത്ത് ഓതിയാൽ മതി. ഏത് സൂറത്ത്? ഈ സൂറത്ത് ഓതിയാൽ മക്കളൊക്കെ നന്നാകും. വാശിയും ദേഷ്യവുമുള്ള, പഠിക്കാൻ അലസത കാണിക്കുന്ന, പറഞ്ഞാൽ അനുസരിക്കാത്ത മക്കളൊക്കെ ഈ സൂറത്ത് ഓതിയിട്ട് തലയിലൊന്ന് ഊതി കൊടുക്കുക. അള്ളാഹു നമ്മുടെ മക്കളെ നന്നാക്കി തരുമാറാകട്ടെ. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ചരടും വെള്ളവും ഓതിയത് ഇവിടെ വന്നപ്പോഴാണ്. എവിടെ ചെന്നാലും കുറെ ചരടും കുറച്ച് വെള്ളവും കൊണ്ടൊന്ന് ഒന്ന് ഓതിത്ത ഉസ്താദ്, ഒന്ന് ഓതിത്ത, ഞാൻ എവിടെ പോയി ഓതുന്ന് പറഞ്ഞ് നടക്കുക. ശരി, അൽഹംദുലില്ലാഹ്. ആലിമീങ്ങളോടുള്ള സ്നേഹം കൊണ്ടല്ലേ അള്ളാഹു എല്ലാവരുടെ പ്രയാസവും അള്ളാഹു മാറ്റി കൊടുക്കുമാറാകട്ടെ. എല്ലാ ബുദ്ധിമുട്ടുകളും അള്ളാഹു മാറ്റി കൊടുക്കുമാറാകട്ടെ. ഇങ്ങോട്ട് നോക്കിക്കേ. അൽഹാകുമുത് തകാസുർ എന്ന് പറയുന്ന സൂറത്ത് പാരായണം ചെയ്ത നീ രക്ഷപ്പെടും. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഓതുവോ? ഉറക്കെ പറ, ഓതുവോ? ഇൻഷാ അല്ലാഹ് പറഞ്ഞേ. ഓതുവോ? വെറുതെ ഓതിയിട്ട് കാര്യമില്ല. ഖുർആനിൽ 114 സൂറത്തുണ്ട്. ഇന്നലെ ഇഖ്ലാസ് ഓതി. ആ ഇഖ്ലാസ് ഓതിയതുപോലെ വെറുതെ ഓതിയിട്ട് കാര്യമില്ല. ഈ സൂറത്താണ് ഓതുന്നതെങ്കിൽ ഒരു പ്രത്യേകതയുണ്ട്. ഈ സൂറത്ത് ഓതുമ്പോൾ സാധാരണ ഓതുന്നത് പോലെ ഓതിയാ പോരാ. യാസീൻ ഓതുന്നുണ്ട്, അതുപോലെ ഓതിയാ പോരാ. ഈ സൂറത്ത് ഓതുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട്. മഹാനായ നബിയന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഈ സൂറത്ത് ഓതുന്ന സമയത്ത് കരഞ്ഞുകൊണ്ട് വേണം ഓതാൻ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. എങ്ങനെ ഓതണം? മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകനിലേക്ക് മസ്ജിദ് നബവിയിലേക്ക് കടന്നു വരുമ്പോ സ്വഹാബത്ത് വളഞ്ഞിരിക്കുകയാണ്. അവർ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകനെ കയറി വരുന്നത് കണ്ടപ്പോൾ, അല്ലാഹുവിന്റെ റസൂലിനെ കണ്ടപ്പോൾ ഖുർആൻ പാരായണം നിർത്തുകയാ. നബി തങ്ങൾ അവരുടെ ഇടയിൽ വന്നിരുന്നു. നബിതങ്ങൾ സ്വഹാബത്തിന്റെ ഇടയിൽ വന്നിരുന്നു. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു ഓതാൻ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു ഖുർആൻ ഓതാ. സ്വഹാബി ചോദിക്കുന്നു, നബിയേ യാ റസൂലല്ലാഹ്, ഏത് സൂറത്താണ് നബിയേ? ഏത് സൂറത്ത് ഓതണം നബിയേ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു സൂറത്തു തകാസുർ ഓതാൻ. അങ്ങനെ സ്വഹാബി ഓതുകയാണ്. അൽഹാകുമുത് തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യുമ്പോ നബിതങ്ങളെ കരയുകയാണ്. ഓതിക്കഴിഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂല് ചോദിച്ചു, സ്വഹാബാ എന്തേ കരയാത്തത്? നിങ്ങളാരും കരയാത്തതെന്തേ? നിങ്ങളാരും
കരയാത്തതെന്ത്? സഹാബത്ത് പറഞ്ഞു, യാ റസൂലല്ലാഹ്, കരച്ചല് വരുന്നില്ല നബിയേ, കരച്ചല് വരുന്നില്ല നബിയേ. എങ്കിൽ ഒന്നുകൂടെ ഓതൂ. അല്ലാഹുവിന്റെ റസൂൽ ഓതാൻ പറയുകയാണ്. സഹാബി ഖുർആൻ ഓതുമ്പോ അല്ലാഹുവിന്റെ റസൂൽ കരയുകയാ. നബിതങ്ങളെ കരയുന്നത് കണ്ടപ്പോ, നബിതങ്ങളെ കരയുന്നത് കണ്ടപ്പോ സഹാബത്തില് കുറച്ചുപേര് കരയുകയാണ്, കുറച്ചുപേര് കരയുകയാണ്. ഓതിക്കഴിഞ്ഞപ്പോ കരയാത്തവരോട് ചോദിച്ചു, നിങ്ങൾ എന്തേ കരയാത്തത്? കരച്ചല് വരുന്നില്ല നബിയേ, കരച്ചല് വരുന്നില്ല നബിയേ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ മറുപടി എന്തെന്നറിയോ? കരയണം സഹാബ. ഉമ്മമാരേ, കരയണേ ഉമ്മ, കരയണേ ഉമ്മ. അൽഹാകുമുത് തകാസുർ എന്ന് പറയുന്ന സൂറത്ത് പാരായണം ചെയ്യുമ്പോ നീ കരയണം ഉമ്മ. കരച്ചല് വരുന്നില്ലേ? ഫഇല്ലമ തബ്കൂ ഫതബാകൂ. നിബിധങ്ങളെ പറയുകയാ, അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, നിങ്ങൾ കരയുന്നവരെ പോലെ ഒന്ന് അഭിനയിക്കുകയെങ്കിലും ചെയ്യണേ ചെറുപ്പക്കാരാ. പാപ്പാ ഒന്ന് അഭിനയിക്കുക. ദുആ ചെയ്യുന്ന സമയത്ത് കരയണം. കരച്ചല് വരുന്നില്ലെങ്കിൽ അഭിനയിക്കണം. അല്ലാഹുവിന്റെ ഖുർആനിലെ അൽഹാകുമുത് തകാസുർ എന്ന് പറയുന്ന സൂറത്ത് ഓതുമ്പോ കരയണേ ഉപ്പ, കരയണേ ഉമ്മ. കരച്ചല് വരുന്നില്ലേ? ഫഇല്ലമ തബ്കൂ ഫതബാകൂ. കരയുന്നവനെ പോലെ ഒന്ന് അഭിനയിക്കണേ മക്കളെ. ഇല്ല ഉസ്താദേ, ഞാൻ കരയില്ല ഉസ്താദേ, ഞാൻ കരയില്ല ഉസ്താദേ. വാശിയാണോ ചെറുപ്പക്കാരാ? വാശിയാണോ ചെറുപ്പക്കാരാ? എങ്കിൽ അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, വാശി വേണ്ട മോനെ, കരഞ്ഞോ ചെറുപ്പക്കാരാ. ചെയ്യുന്ന സമയത്ത് കരഞ്ഞോ ചെറുപ്പക്കാരാ? മനസ്സില്ലേ? നബിതങ്ങൾ പറയുകയാ, ഫഇന്ന അഹ്ലന്നാരി യബ്കൂ. നരകവാസികൾ നരകത്തിൽ കിടന്ന് കരയുകയാ, നരകവാസികൾ നരകത്തിൽ കിടന്ന് കരയുകയാ. നരകവാസിയുടെ കണ്ണുനീര് തീർന്ന, കരഞ്ഞ് 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 കണ്ണുനീര് തീർന്നു പോയാൽ, കരഞ്ഞ് കരഞ്ഞ് കണ്ണുനീര് തീർന്നു പോയാ സുമ്മയസീലു ബിമാ, കണ്ണിലൂടെ രക്തമൊഴുകാൻ തുടങ്ങുകയാ, കണ്ണിലൂടെ രക്തമൊഴുകാൻ തുടങ്ങുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ, കടലിലൂടെ കപ്പല് പോകുന്നത് കണ്ടിട്ടില്ലേ? കടലിലൂടെ കപ്പല് പോകുന്നത് നിങ്ങൾ കാണാറുണ്ടല്ലോ. നരകവാസിയുടെ കണ്ണുനീരിന്റെ മുകളിലോ കപ്പലോടിക്കാൻ പറ്റും ചെറുപ്പക്കാരാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, ഈ സൂറത്തൂതിയിട്ട് കരഞ്ഞോ, ഈ സൂറത്തൂതിയിട്ട് കരഞ്ഞോ. കരച്ചല് വരുന്നില്ലേ? കരച്ചല് വരുന്നില്ലേ? കരയുന്നവനെ പോലെ ഒന്ന് അഭിനയിക്കണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, ജീവിതത്തിൽ വന്നു പോയത് മുഴുവനും അല്ലാഹുവിന്റെ മുമ്പിൽ ഏറ്റു പറയാ. പടച്ച റബ്ബിന്റെ മുമ്പിൽ ഏറ്റു പറഞ്ഞിട്ട് നമുക്ക് തൗബ ചെയ്തു പിരിയാ. അതുകൊണ്ട് നബി തങ്ങൾ പറഞ്ഞു, സ്വഹാബാ സ്വഹാബാ, മരിക്കുന്നതിന് മുമ്പ് തൗബ ചെയ്തിട്ട് വേണം മരിക്കേണ്ടതെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹു നമുക്ക് അങ്ങനെ മരിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാഹു തൗബ ചെയ്ത് മരിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് സമയം 12 മണിയായി. ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്ത് പിരിയാം. അല്ലാഹു നമ്മളുടെ ഈ മജ്ലിസ് അല്ലാഹു പരിപൂർണമായി അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്. ലേലം വിളിക്കാനൊക്കെ എന്നാ ഉസ്താദ്? പശുവിന്റെ പാൽ ഇവിടെ കിട്ടുന്നത് തന്നെ വലിയ പുണ്യമാണ്. അപ്പൊ ദുആ ചെയ്തൂടെ? ദുആ ചെയ്തൂടെ? ഇൻഷാ അല്ലാഹ് നാളെ ഇതിന്റെ ബാക്കി അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ.
മൂന്നാമത്തെ കാര്യം എന്താ? മൂന്നാമത്തെ കാര്യം എന്താ? ഈ സദസ്സിലിരിക്കുന്ന ചില ആൾക്കാരുണ്ട്, നിങ്ങളിൽ ചിലർക്ക് സ്വർഗം നിർബന്ധമാണ്. അള്ളാഹു അക്കൂട്ടത്തിൽ പെടുത്തുമാറാകട്ടെ. ഈ സദസ്സിലിരിക്കുന്നതിൽ ചില ആൾക്കാർക്ക് സ്വർഗം നിർബന്ധമാണ്. അള്ളാഹു അക്കൂട്ടത്തിൽ പെടുത്തുമാറാകട്ടെ. അള്ളാഹു പെടുത്തുമാറാകട്ടെ. ഉറക്കപ്പെടുത്തപ്പെടുത്തുമാറാകട്ടെ. ആരാ സ്വർഗം നിർബന്ധമായ ആളാരാ? ഈ സദസ്സിലിരിക്കുന്നതിൽ സ്വർഗത്തിന്റെ അവകാശിയായ ഒരാളുണ്ട്. സ്വർഗം നിർബന്ധം. നിങ്ങൾ പറഞ്ഞതാ, ഈ സദസ്സിലിരിക്കുന്ന ചില ആൾക്കാർക്ക് സ്വർഗം നിർബന്ധമാണ്. അള്ളാഹു അക്കൂട്ടത്തിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ. ഉറക്കപ്പറ, അള്ളാഹു പെടുത്തുമാറാകട്ടെ. ആരാന്ന് പറഞ്ഞുതരട്ടെ? ആരാന്ന് പറഞ്ഞുതരട്ടെ? വേണോ വേണ്ടേ? ഞാൻ പറഞ്ഞു തരാം. നിങ്ങളിൽ ആരാണ് സ്വർഗ നിർബന്ധമായ ആൾ? എനിക്കുള്ള നമുക്ക് തന്നെ കബറ്, കല്യാണത്തിനൊന്നും ഇല്ലല്ലോ. ഈ കൂട്ടത്തിൽ ഒരാൾക്ക് സ്വർഗ നിർബന്ധമായ ചില ആൾക്കാരുണ്ട്. ആരാണെന്ന് ഞാൻ പറഞ്ഞു തരാം. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. പറഞ്ഞു തരട്ടെ. നാളെ 9:30 വാ, പറഞ്ഞുതരാം. എപ്പോ വരണം? ഇന്ന് 9:30 തന്നെ ഞാൻ വന്നു. കറക്റ്റ് എൻ്റെ ടൈം കറക്റ്റായിരുന്നു. പക്ഷേ ചെറിയ ഒരു താമസം വന്നുപോയി. എന്നോട് പറഞ്ഞു, ഉസ്താദേ, പെണ്ണുങ്ങളൊക്കെ നടന്നു വരുന്നതേ ഉള്ളൂ, അതുകൊണ്ടൊരു 10 മിനിറ്റ് കുറഞ്ഞു. നാളെ കൂടെ ഉള്ളൂ. സമയം കളയരുത്. ഇൻഷാ അല്ലാഹ് 12 മണിക്ക് മുമ്പ് നമ്മുടെ പരിപാടി അവസാനിപ്പിക്കണം. അതുകൊണ്ട് നാളെ നിങ്ങൾ വരിക. സ്വർഗത്തിൻ്റെ അവകാശിയായ ഒരാളെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അള്ളാഹു അക്കൂട്ടത്തിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ദുആ ചെയ്തൂടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ? അള്ളാഹു നമുക്ക് നല്ല മരണം തരുമാറാകട്ടെ. ഈ നല്ല മരണം എന്ന് പറഞ്ഞാൽ എന്താ? നല്ല മരണമെന്ന് പറഞ്ഞാൽ എന്താ അറിയോ? നല്ല മരണമെന്ന് പറഞ്ഞാൽ വെള്ളിയാഴ്ച രാവിലോ പകലിലോ കടങ്ങളൊക്കെ തീർത്ത് തൗബ ചെയ്ത് നന്മ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് സ്വർഗത്തിൻ്റെ ചിത്രം കണ്ട് ഷഹാദത്ത് കലിമ ഉറക്കെ പറഞ്ഞ് വെള്ളിയാഴ്ച രാവിലോ പകലിലോ ഒരു ഷഹീദിനെ പോലെ മരിക്കണം. അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു നല്ല മരണം കിട്ടാൻ എന്തെങ്കിലും ചെയ്യണ്ടേ? ഒരു നല്ല മരണം കിട്ടാൻ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ചെയ്യണ്ടേ? അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, രണ്ടാമത്തെ പ്രതിഫലം എന്താ? അല്ലാഹുവേ, ദുആ ചെയ്യാൻ പോവുകയാണ്. ഇന്ന് ദുആ ചെയ്യുന്ന സമയത്ത് ഇവിടെ ഇരുന്നിട്ട് നിന്റെ കണ്ണൊന്ന് നനഞ്ഞാ അല്ലാഹു തരുന്ന രണ്ടാമത്തെ പ്രതിഫലം എന്തെന്നറിയോ? എന്റെ റസൂൽ അവിടെന്ന് പറയുകയാ, കേക്കു പെങ്ങന്മാരെ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, തമാശ പറയുകയല്ലടാ, കളി പറയുകയല്ല. അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുകയാണ്, രണ്ടാമത്തെ പ്രതിഫലം എന്തെന്നറിയോ? അല്ലാഹുവേ, നമുക്ക് ചൂട് താങ്ങാൻ പറ്റുന്നില്ലടോ. വല്ലാത്ത ചൂട് കാരണം പടച്ചവനെ ശരീരത്തിലിട്ടിരിക്കുന്ന വസ്ത്രത്തിന്റെ ഉള്ളിലൂടെ വിയർപ്പ് തുള്ളികൾ ഇങ്ങനെ ഒഴുകുകയാ. വല്ലാത്ത പ്രയാസം തോന്നുന്നില്ലേ? ഫാനിട്ടിട്ട് പോലും നമുക്ക് പറ്റുന്നില്ലല്ലോ. അള്ളാന്റെ പരലോകമുണ്ടല്ലോ. ആ പരലോകമെന്ന് പറയുന്ന ഒരു ദിവസം വരാനുണ്ടല്ലോ. ആ ദിവസത്തെ കുറിച്ച് ചിന്തിക്കാത്തത്? നിന്റെ തലയുടെ 15 ലക്ഷം കിലോമീറ്റർ മുകളിലാണ് സൂര്യൻ നിൽക്കുന്നത്. ആ സൂര്യൻ അസ്തമിച്ചിട്ട് 11 മണിയായിട്ടും നമുക്ക് വിയർക്കുകയാ. നമുക്ക് 11:30 നമ്മുടെ ശരീരം തളരുകയാ. എങ്കിലും ചെറുപ്പക്കാരാ, 15 ലക്ഷം കിലോമീറ്റർ മുകളിൽ നിന്നിരുന്ന സൂര്യനുണ്ടല്ലോ. സിറാജിന്റെ തലയുടെ ഒരു ജാണ് മുകളില് ഈ സൂര്യൻ ഇറങ്ങി വരുന്ന ദിവസമാണ് മഹ്ശറ. അന്ന് ഒരു ജാണ് മുകളിലാ മോളെ, ഒരു സുറുമക്കോലിന്റെ വലിപ്പത്തില് പടച്ചവനെ നിന്റെ തലയുടെ മുകളിൽ സൂര്യൻ ഉദിച്ചു വരുന്ന ദിവസമുണ്ട്. ചൂടുള്ള നാളുണ്ടേ, കിയാമന്നാളാ. ചുരുക്കി പറഞ്ഞാൽ എന്തു ഹാലാ ചൂളാ.
രാസവണ്ടിയുമായി വരുന്നു കാള ക്ഷീണത്തിനാലൊലിക്കുന്നതാണേ ഈള സുഹൃത്തുക്കളെ തിളയ്ക്കുന്നതാണേ മൂള അമലൊന്നുമില്ല അങ്ങ് ചെന്ന കോള മോനേ നിന്റെ തലയുടെ ഒരു ജാണ മുകളില് ഈ സൂര്യൻ ഉദിച്ചു നിൽക്കുന്ന ഒരു ദിവസം വരാനുണ്ടടാ പൊന്നുമോനെ. അല്ലാഹുവേ ഉടുതുണിയില്ലല്ലോ, ശരീരം മറച്ചിട്ടില്ലല്ലോ, ചെലുപ്പില്ലല്ലോ, ചെമ്പിന്റെ തറയിലാ മോനെ ഞാനും നിങ്ങളും നിൽക്കുന്നത്. ഉമ്മമാരേ അടുക്കളയിൽ കിടന്ന് ചോറ് വെക്കാറുണ്ടല്ലോ, കലത്തിനകത്ത് ചോറ് വെക്കുമ്പോ തിളച്ചു മറിയുന്നത് കാണാറില്ലേ? ആ കലത്തിനകത്ത് കിടന്ന ചോറിങ്ങനെ തിളച്ചിട്ട് ആ പാത്രത്തിന്റെ മുകളിലൂടെ വീഴുന്നത് കാണാറില്ലേ? ഉമ്മാ നിന്റെ തലയോട്ടിക്കകത്ത് കിടക്കുന്ന തലച്ചോറുണ്ടല്ലോ, അത് തിളച്ചിട്ട് മുഖത്തുകൂടെ ഒഴുകുന്ന ദിവസമാണ് മഹ്ശറ. അത് മുഖത്തുകൂടെ ഈ തലച്ചോറ് തിളച്ചിട്ട് ഒഴുകുന്ന ദിവസമാണ് മഹ്ശറ. അല്ലാഹുവേ കോടാനി 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 വരുന്ന ജനങ്ങളുടെ മുഴുവനും നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ ഇങ്ങനെ നിൽക്കുമ്പോ ഒരേ ഒരു തണലേ ഉള്ളൂ, ഒരേ ഒരു തണലേ ഉള്ളൂ. ഇതുപോലെ ഒരു സ്റ്റേജ് കാണാൻ ചെറുപ്പക്കാരാ, എവിടെയാണ് ആ സ്റ്റേജ് ഉള്ളതെന്നറിയോ? അല്ലാഹുവിന്റെ അർശിന്റെ താഴെയാ. അല്ലാഹുവിന്റെ അർശിന്റെ താഴ്ഭാഗത്തു, പടച്ച റബ്ബിന്റെ സിംഹാസനത്തിന്റെ താഴ്ഭാഗത്തു പടച്ചവനെ ഒരു കസേര കാണാം. അവിടെ മാത്രമേ തണലുള്ളൂ, അവിടെ മാത്രമേ തണലുള്ളൂ. നിങ്ങളെ പറയുകയാണ്, അന്ന് 7 വിഭാഗം ആൾക്കാർ വിവിഐപികളാണ്, അവര് വിവിഐപികളാണ്. ഈ വാഴ കേൾക്കാമെന്ന് ആർക്ക് വേണമെങ്കിലും ഇവിടെ കയറിയിരിക്കാം, അതിന് പ്രത്യേകതയൊന്നും വേണ്ടടോ. ആർക്ക് വേണമെങ്കിലും ഇവിടെ കയറിയിരിക്കാം. എന്നാ നാളെ പടച്ച റബ്ബിന്റെ കോടതിയിൽ അല്ലാഹുവിന്റെ അർശിന്റെ താഴ്ഭാഗത്ത് ഒരുക്കി വെച്ചിരിക്കുന്ന സ്റ്റേജ് ഉണ്ടല്ലോ, ആ സ്റ്റേജിനകത്ത് കയറിയിരിക്കാം. 7 വിവിഐപികൾക്ക് കഴിയോ, 7 വിവിഐപികൾക്ക് കഴിയോ. ആ 7 വിവിഐപികളിൽ ഒരാളാരാണെന്നറിയോ? ആ 7 പേരിൽ ഒരാളാരാണെന്നറിയോ? ാണെന്നറിയോ ചെറുപ്പക്കാരാ? എവിടെ വെച്ചാണ് ഈ വാഴ പറയാമെന്നിരിക്കുന്ന സദസ്സിൽ ഒരാളോട് എഴുന്നേറ്റ് ഇവിടെ വന്നിരിക്കാൻ ഈ പാവപ്പെട്ടവനായ ഞാനെങ്ങാണം ഒരാളെ വിളിച്ച എന്ത് സന്തോഷമാവാ, നിനക്കെന്ത് സന്തോഷമാവാ. കേവലം ഈ നാട്ടുകാരുടെ മുമ്പിൽ ഈ സ്റ്റേജിലൊന്ന് കേട്ടിരിക്കുമ്പോ നിനക്കത്രയും വലിയ സന്തോഷമുണ്ടെങ്കിലോ അല്ല എവിടെ വെച്ചാണ് വിളിക്കുന്നതെന്നറിയുമോ? വയുനാദിൽ മുനാദി من قبل الرحمن. അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് വിളിക്കുകയാ, വാസിറാജ് വാസിറാജ് വാടാസിറാജ്. ഇന്ന് വെയിൽ കൊള്ളേണ്ടവനല്ല, അവിടെ നിന്ന് കഷ്ടപ്പെടേണ്ടവനല്ല, ഇന്നവിടെ നിന്ന് ബുദ്ധിമുട്ടേണ്ടവനല്ല. വാടാ സിറാജ്, ഇവിടെ വന്നിരിക്കടാ സിറാജ്. കോടതിയിൽ വെച്ച് വിളിക്കുകയാ. എവിടെ വെച്ചാണ് വിളിക്കുന്നതെന്നറിയുവോ? ലോകത്ത് കടന്നു വന്ന 1,24,000 പരം വരുന്ന പ്രവാചകന്മാര്, ആദം നബിയും നൂഹ് നബിയും ഇബ്രാഹിം നബിയും മൂസാ നബിയും ദാവൂദ് നബിയും യാക്കൂബ് നബിയും യൂനുസ് നബിയും യൂസുഫ് നബിയും ഹാറൂൻ നബിയും അയ്യൂബ് നബിയും സക്കരിയ നബിയും, ലോകത്ത് കടന്നു വന്ന 1,24,000 പരം വരുന്ന പ്രവാചകന്മാര്, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള്, അവിടുത്തെ ഭാര്യമാര്, അവിടുത്തെ മക്കള്, താബഈങ്ങള്, താബഈങ്ങള്, ഇമാമുമാര്, ഔലിയാക്കന്മാര്, സയ്യിദന്മാര്, പണ്ഡിതന്മാര്, ഹാഫിളീങ്ങള്, ആലിമീങ്ങള്, ആബിദീങ്ങള്, സ്വാലിഹീങ്ങള്, നിന്റെ വാപ്പ, നിന്റെ ഉമ്മ, നിന്റെ ഭാര്യ, നിന്റെ മക്കള്, നിന്റെ കൂടപ്പറപ്പ്, നിന്റെ കുടുംബക്കാര്, നിന്റെ കൂട്ടുകാര്, നിന്റെ നാട്ടുകാര്, കോടാനി 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 വരുന്ന ജനങ്ങളെ മുഴുവനും നാളെ പടച്ച റബ്ബിന്റെ കോടതിയിൽ നിൽക്കുമ്പോ അല്ല വിളിക്കുകയാ, അല്ല വിളിക്കുകയാ. വറജുലുൻ ദക്കറല്ലാഹു ഖലിയാ,
കരഞ്ഞവനെ വാടാ, മരണ വീട്ടിൽ നിന്നല്ല, രോഗിയെ കണ്ടപ്പോഴല്ല, വേദന വന്നപ്പോഴല്ല, എപ്പ കരഞ്ഞവനാണെന്നറിയോ? ചെയ്യുന്ന സമയത്ത് കരഞ്ഞ പെണ്ണ്, വാ പെണ്ണ്, നിനക്ക് നാളെ അർശിന്റെ താഴെ അല്ലാഹു ഒരു സ്ഥാനം തരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയുകയാണ്. ഖുർആനിൽ കൂടി വരുന്ന ജനത മുഴുവൻ നിൽക്കുന്ന ദിവസത്തില് ഒരു രീതി എഴുതിയപ്പോൾ നാളെ പടച്ച റബ്ബിന്റെ അർശിന്റെ താഴ്ഭാഗത്ത് കാണുന്ന തണലുണ്ടല്ലോ, ആ തണലിൽ പോയിരിക്കാ അല്ലാഹു ഭാഗ്യം തരുമെന്ന് നിബിധങ്ങളെ പഠിപ്പിക്കുമ്പോ, അല്ലാഹുവേ അർശിന്റെ തണല് ഞങ്ങൾക്ക് തരണേ അല്ലാ, അർശിന്റെ തണല് ഞങ്ങൾക്ക് തരണേ അല്ലാ. സഹോദരാ, സംഘാടകർ ബക്കറ്റുമായി കടന്നു വരികയാണ്. ഒരു ജനാസ കബറടക്കണം മോനെ, 6 അടി മണ്ണിന്റെ സ്ഥലമാണ് വേണ്ടത്. ഒരു 6 അടി മണ്ണൊരു മയ്യത്ത് കബറടക്കാനുള്ള സ്ഥലത്തിന് വേണ്ടിയാ നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരികയാണ്. നീയും പോയി കിടക്കേണ്ടവനല്ലോ, നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് പോയി നിൽക്കേണ്ടവനല്ലോ. അല്ലാഹു നിന്നോട് കരുണ കാണിക്കണമല്ലോ, അല്ലാഹു നിന്നോട് വല്ല പരിഗണനയും കാണിക്കണമല്ലോ. അതുകൊണ്ട് സംഘാടകർ ബക്കറ്റുമായി കടന്നു വരികയാ. മനസ്സറിഞ്ഞൊരു സദഖയെടുക്കൂ, പലതുള്ളി പെരുവെള്ളമാണ് നീ കൊടുക്കുന്നത്, ചെറുതും വലുതും നിനക്കാ വാപ്പാ. അല്ലാഹുവിന്റെ മുമ്പിൽ ചെറുതും വലുതുമില്ലല്ലോ. അതുകൊണ്ട് ബക്കറ്റുമായി മുമ്പിലേക്ക് കടന്നു വരികയാ. മനസ്സറിഞ്ഞുകൊണ്ടൊരു സദഖയെടുക്കൂ. വെറുതെയാകില്ല, വെറുതെയാകില്ല. ഉസ്താദേ, മരുന്ന് കഴിച്ചിട്ട് മാറാത്ത രോഗമുള്ളവരുണ്ടല്ലോ, ഉമ്മമാരേ ഉപ്പമാരേ, രോഗം മാറണോ, രോഗം മാറണോ? ആ രോഗം മാറാനുള്ള വഴിയാണ്, ആ രോഗം മാറാനുള്ള വഴിയാണ് അപകടങ്ങളെ തട്ടിമാറ്റാൻ, ദുരന്തങ്ങളെ തട്ടിമാറ്റാൻ സദഖത്തു റദ്ദുൽ ബലാ, സദഖ വിപത്തുകളെ തട്ടിമാറ്റുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിക്കുകയാണ്. ഏത് മാരകമായ രോഗത്തെയും തട്ടിമാറ്റാൻ മോനെ കഴിയുമോ? സദഖ കൊണ്ട് പറ്റാത്തതൊന്നുമില്ല ചെറുപ്പക്കാരാ. മക്കളെ രോഗികളായി കഴിയുന്ന ഉമ്മമാരോട്, വേദന സഹിക്കാൻ കഴിയാത്ത ഉമ്മമാരോട് നിങ്ങളുടെ മുമ്പിലേക്ക് വരികയാണ് ബക്കറ്റുമായി. ഒരു സദഖ എടുക്കുവാപ്പാ, എന്നിട്ട് പടച്ചവരോട് പറയണമല്ല, എന്റെ ശരീരത്തിൽ ക്യാൻസറോ ട്യൂമറോ അതുപോലെയുള്ള ഏതെങ്കിലും മാരകമായ രോഗത്തിന്റെ അണുക്കളുണ്ടോ? ഈ സദഖയുടെ ബർക്കത്ത് കൊണ്ട് കരിച്ച് കളയണേ അല്ലാ, അറുത്ത് മുറിക്കല്ലേ അല്ലാ, കൈകാലുകൾ മുറിച്ചു മാറ്റല്ലേ അല്ലാ. നല്ല നീയത്തോടെ ഒരു സദഖയെടുത്തോ. റഹീമായ അല്ലാ, കരുണക്കടലായ അല്ലാ, ആരെല്ലാം മനസ്സറിഞ്ഞുകൊണ്ട് ഒരു നല്ല സദഖ കൊടുക്കുന്നുണ്ടോ അവരെ നീ ഏറ്റെടുക്കണേ അല്ലാ, അവരെ നീ ഏറ്റെടുക്കണേ അല്ലാ. അവരുടെ രോഗങ്ങൾക്ക് ശിഫ നൽകണേ അല്ലാ, അറുത്തു മുറിക്കല്ലേ അല്ലാ. ആ കുടുംബത്തോട് കരുണ കാണിക്കണേ അല്ലാ. ഏത് മാരക രോഗത്തെയും ഏത് വലിയ അപകടങ്ങളെയും ദുരന്തങ്ങളെയും തട്ടിമാറ്റാൻ നീ കൊടുക്കുന്ന 10 രൂപയ്ക്ക് പവറുണ്ട്. സംഘാടകർ ബക്കറ്റ് ഇല്ലേ ഉസ്താദേ? ബക്കറ്റ് ഇൻഷാ അല്ലാഹ് അൽഹംദുലില്ലാ. ബക്കറ്റുമായി പോകുന്നവര് മനസ്സറിഞ്ഞുകൊണ്ടൊരു സദഖ എടുക്കടോ, ഒരിക്കലും നിനക്ക് നഷ്ടം വരില്ല. ലാഭമുള്ള കച്ചവടമാണ് സദഖ. എല്ലാവരും ഒന്ന് പോക്കറ്റ് കൈവച്ചേ, പോക്കറ്റ് കൈവെക്ക്, വെക്കടോ എല്ലാവരും ഒന്ന് പോക്കറ്റിൽ കൈ വെച്ചിട്ട് അൽഹംദുലില്ലാ. പക്കറ്റ് കൊണ്ടുപോകണം ചങ്ങാതി, നീ ഇത്തിരി സ്പീഡ് കുറച്ച് പോകണം കേട്ടോ. പക്ക നിനക്ക് വീട് കിട്ടാനല്ല, നിനക്ക് വീട് കെട്ടാനല്ല, പക്കറ്റുമായിട്ട് പോകണം ചങ്ങാതി. ഓന് ഇത്തിരി തടിയൊക്കെ ഉണ്ടാവും, കുഴപ്പമില്ല, പൊക്കോ. അൽഹംദുലില്ലാ, അല്ലാഹു സ്വർഗ്ഗം കൊടുക്കുമാറാകട്ടെ. എല്ലാവരും മനസ്സറിഞ്ഞിട്ടൊരു സദഖ 3 സ്വലാത്ത്. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്, സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
اللهم صل على محمد يا رب صل عليه وسلم അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാഹുവേ നീ സ്വീകരിക്കണേ ആരെല്ലാം മനസ്സറിഞ്ഞുകൊണ്ട് സദഖ കൊടുക്കുന്നുണ്ടോ അവരുടെ ദുനിയാവും ആഖിറവും രക്ഷപ്പെടുത്തണേ ഈ പാവപ്പെട്ടവന്റെ വാഴ്ത കേട്ടുകൊണ്ടിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ടവരോട് എവിടെയോ ആടിന്റെ ലോകത്തിന്റെ ഏത് ഭാഗത്തിരുന്നിട്ട് മൊബൈലിലൂടെ പടച്ചവനെ ലക്ഷദ്വീപിലെ വാഴ്ത കേട്ടുകൊണ്ടിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ ഉമ്മമാരെ ചെറുപ്പക്കാരാ മോനെ നിനക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഒരു സദഖയാണ് ഏറ്റവും നല്ല സദഖ നീ കൊടുക്കുന്നത് ചെറുതാണെങ്കിലും അല്ലാഹുവിന്റെ മുമ്പിൽ കോടിക്കണക്കിന് രൂപയുടെ വിലയുണ്ട് സഹോദരാ നല്ല ഒരു നീയത്തോടെ നിന്നെ കൊണ്ട് കഴിയുന്നത് കൊടുത്തോ എന്തിനാറടി മണ്ണെന്ന് പറയുന്ന ഖബർ കുടിക്കാനാ ഒരൽപ്പം മയ്യത്ത് ഖബറടക്കുന്ന ഒരു സ്ഥലത്തിന് വേണ്ടിയാണ് മനസ്സറിഞ്ഞുകൊണ്ടൊരു സദഖ കൊടുക്കൂ ഈ പാവങ്ങളെ നീ സഹായിക്കണേ ഇവരുടെ ആഗ്രഹങ്ങളെ നീ സാധിപ്പിച്ചു കൊടുക്കണേ അല്ലാഹുവേ ആരെല്ലാം മനസ്സറിഞ്ഞുകൊണ്ട് സദഖ കൊടുക്കുന്നുണ്ടോ അവരുടെ ദുനിയാവും ആഖിറവും രക്ഷപ്പെടുത്തണേ സ്വർഗമല്ലാതെ മറ്റൊരു പ്രതിഫലമോ കൊടുക്കല്ലേ എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ അല്ലാഹുവിന്റെ റസൂൽ പടന്ന് പറയുകയാണ് ദുആ ചെയ്യുന്ന സമയത്ത് കരഞ്ഞ നാളെ അർശിന്റെ താഴെ അല്ലാഹു നിനക്കൊരു സ്ഥാനം തരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ മൂന്നാമത്തെ പ്രതിഫലം അറിയുമോ ചെറുപ്പക്കാരാ വിധങ്ങൾ പറയുകയാ അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ട് തുള്ളികളുണ്ട് രണ്ട് തുള്ളികൾ അല്ലാഹുവിന് വല്ലാത്ത ഇഷ്ടമാ രണ്ട് തുള്ളികൾ അല്ലാഹുവിന് വല്ലാത്ത ഇഷ്ടമാ ഒന്നാമത്തെ തുള്ളി ഏതെന്നറിയുമോ അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി പോരാടി വീതിലെത്തി മരിക്കുന്ന ശുഹദാക്കളുണ്ടല്ലോ ആ ശുഹദാക്കളുടെ ശരീരത്ത് വെട്ടുകൊണ്ടോ അവരുടെ ശരീരത്തിൽ നിന്ന് ഒഴുകി വീഴുന്ന രക്തത്തുള്ളി അല്ലാഹുവിന് വല്ലാത്ത ഇഷ്ടമാ അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി ബദറിലും മുഹദിലും അൻബക്കിലും ഖൈബറിലും തബൂക്കിലും യർമൂക്കിലുമല്ല അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി പോരാടി വീതിലും തിമ്പരിച്ച ശുഹദാക്കളുണ്ടല്ലോ മഹാനായ സയ്യിദുനാ സയ്യിദു ശുഹദാഇ ഹംസ തന്റെ കരളം കൂമ്പും വരെ അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി കൊടുത്ത ഹംസ റളിയല്ലാഹു തആല അൻഹു മുസ്അബ് റളിയല്ലാഹു തആല അൻഹു ഉമയ്യ റളിയല്ലാഹു തആല അൻഹു ഉബയ്യ റളിയല്ലാഹു തആല അൻഹു പടച്ചവനെ ആയിരക്കണക്കിന് സ്വഹാബത്തിന്റെ ചരിത്രം അറിയുമല്ലോ മഹാനായ ജൗഫർ റളിയല്ലാഹു തആല അൻഹു തന്റെ വലത് കൈ വെട്ടി മുറിച്ചപ്പോ അല്ലാഹുവേ അതാ ഇടത് കൈ കൊണ്ട് യുദ്ധം ചെയ്ത സഹാബി തന്റെ ഇടത് കൈ വെട്ടി മുറിച്ചപ്പോ താഴെ വീണ വാള് പടച്ചവനെ പിടിക്കാൻ കൈയില്ലാതെ ഒടിയെടുത്ത് നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ച സഹാബി ഇതുപോലെയുള്ള ശുഹദാക്കളുടെ രക്തത്തിൽ അവരുടെ ശരീരത്തിൽ നിന്ന് വീണ രക്തത്തുള്ളിയുണ്ടല്ലോ അത് പടച്ചവന് വല്ലാത്ത ഇഷ്ടമാ അത് പടച്ചവന് വല്ലാത്ത ഇഷ്ടമാ ഇനി രണ്ടാമതൊരു തുള്ളിയുണ്ട് ഉമ്മാ അല്ലാഹുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട രണ്ടാമത്തെ തുള്ളിയതെന്നറിയോ നീയൊക്കെ ദുആ ചെയ്യുമ്പോ കരയുന്ന കണ്ണുനീരാ ഞാനും നിങ്ങളും ദുആ ചെയ്യുമ്പോ നമ്മുടെ കണ്ണ് നനയാറില്ലേ നമ്മുടെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീര് വീടാല് ആ കണ്ണുനീര് ശുഹദാക്കളുടെ രക്തത്തോളം പുണ്യമാ ശുഹദാക്കളുടെ രക്തത്തോളം പുണ്യമുള്ളതാണ് ആ കണ്ണുനീരിൽ നിന്ന് നിബിധങ്ങൾ അവിടെന്ന് പഠിപ്പിച്ചു തരികയാ സഹോദരാ ബദരീങ്ങളുടെ ശരീരത്തിൽ നിന്ന് വീണ രക്തത്തുള്ളിയോളം പുണ്യമുണ്ടോ ഒരു മനുഷ്യൻ ദുആ ചെയ്യുമ്പോ കരയുന്ന കണ്ണുനീരിന് അത്രയും വലിയ മഹത്വമാണ് അത്രയും വലിയ മഹത്വമാണ് അതുകൊണ്ട് കരയണേ നിസാരമായി കാണല്ലേ നിസാരമായി
മോശമായി കാണല്ലേ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ. ചെയ്യുന്ന സമയത്ത് നിന്റെ കണ്ണിൽ നിന്ന് വീടുന്ന ഒരു തുള്ളി കണ്ണുനീരിന് അല്ലാഹു നിനക്ക് തരുന്ന പ്രതിഫല പറയുവോ. മഹതിയായ സുമയ്യാ ബീബി റളിയല്ലാഹു തആല അൻഹ ആദ്യമായി ഷഹീദായ മഹദിയാണല്ലോ. സുമയ്യാ ബീവിയുടെ പ്രിയപ്പെട്ട ഭർത്താവിനെ പിടിച്ചുകൊണ്ട് വന്നിട്ട് അതാ പടച്ചവനെ കത്തിക്കൊണ്ടിരിക്കുന്ന തീയുടെ മുകളിൽ കൊണ്ടുവന്ന തലകീടായി നിർത്തിയിരിക്കുകയാ. എന്നിട്ട് ചോദിക്കുന്നു, ഇസ്ലാമിൽ നിന്ന് തിരിച്ചു വരുവോ ഇല്ലെന്ന് പറഞ്ഞപ്പോ തന്റെ ഭർത്താവിനെ കത്തിക്കൊണ്ടിരിക്കുന്ന തീക്കകത്തേക്ക് തലകീടായി കെട്ടി നിർത്തുകയാ. മുഖത്ത് നിന്ന് ശരീരത്തിലൂടെ തലയിലൂടെ തീയവിടന്ന് പടരുകയാണ്. തന്റെ ഭർത്താവ് മരണവെപ്രാളത്തിൽ കിടന്ന് തീക്കകത്ത് കിടന്ന് പിടയുമ്പോ സുമയ്യാ ബീബി റളിയല്ലാഹു തആല അൻഹ ഓടി വന്നിട്ട് തന്റെ ഭർത്താവിനെ തീയിൽ നിന്ന് താഴേക്ക് തെള്ളിയിടുകയാ. മണ്ണ് വാരിയിട്ട് തന്റെ ഭർത്താവിന്റെ ശരീരത്തിൽ തീയണച്ചു. ശരീരം മുഴുവനും കത്തിക്കരിഞ്ഞിട്ട് പച്ചയിറച്ചിയുടെ മണമടിക്കുമ്പോ മരണത്തോട് മല്ലടിക്കുന്ന തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനോട് സുമയ്യ വിളിച്ചു പറഞ്ഞു, അല്ലാഹു വഹ്ദഹു അല്ലാഹു വഹ്ദഹു. എമ്മാര് കൊന്നാലും മതം മാറരുത്, എമ്മാര് കൊന്നാലും മതം മാറരുത്. സുമയ്യാ ബീബി മരണത്തോട് മല്ലടിക്കുന്ന ഭർത്താവിന് ധൈര്യം കൊടുക്കുന്നത് കണ്ടപ്പോ അബൂജഹലും ഉത്ബത്തും ചെയ്തതെന്തെന്നറിയോ? സുമയ്യാ ബീവിയെ ചവിട്ടി തറയിലിട്ടിട്ടു ആ മഹദിയുടെ കഴുത്തിലേക്ക് കാലെടുത്ത് ചവിട്ടുകയാ. പഴുത്ത് കിടക്കുന്ന മണ്ണിനകത്തേക്ക് സുമയ്യാ ബീവിയുടെ തലയിങ്ങനെ ചവിട്ടി താഴ്ത്തുമ്പോ സുമയ്യ വിളിച്ചു പറഞ്ഞു, തോറ്റുകൊടുക്കല്ലേ, തോറ്റുകൊടുക്കല്ലേ. അല്ലാഹു വഹദഹു അല്ലാഹു വഹദഹു. സുമയ്യാ ബീവിയെ മലർത്തി കിടത്തിയിട്ട് തന്റെ ഗുഹ്യഭാഗത്തേക്ക് പഴുപ്പിച്ച കമ്പ് കുത്തിയിറക്കുമ്പോ അപ്പഴും വിളിച്ചു പറഞ്ഞു, അല്ലാഹു വഹദഹു. ആ സുമയ്യാ ബീവിയുടെ ശരീരത്തിൽ നിന്ന് തെറിച്ച രക്തമുണ്ടല്ലോ, ആ രക്തത്തോളം പുണ്യമുണ്ട് പെങ്ങളെ. ഈ പാവപ്പെട്ട നീ നിന്റെ കുടിലിനകത്തിരുന്നിട്ട് ദുആ ചെയ്യുമ്പോ നിന്റെ കണ്ണൊന്ന് നനഞ്ഞ ആ കണ്ണുനീരിനത്തോളം പുണ്യമുണ്ടെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നീ മദീനത്ത് പോകുന്നവനല്ലോ, മദീനയിൽ ചെന്നിട്ട് നബി തങ്ങളുടെ റൗള ശരീഫ് കണ്ടവനല്ലോ, ജന്നത്തുൽ ബഖീ എന്ന് പറയുന്ന ഖബർസ്ഥാൻ കണ്ടവനല്ലോ. ആ ഖബർസ്ഥാനിലൂടെ നടന്ന് നടന്ന് നടന്നിങ്ങനെ പോകുമ്പോ മധ്യഭാഗത്ത് അടയാളം വെച്ച ഒരു ഖബർ കാണാം. മധ്യഭാഗത്ത് അടയാളം വെച്ച ഒരു ഖബർ കാണാമായിരുന്നു. ഒരു പോലീസുകാരൻ അവിടെ കാവൽ നിൽക്കുന്നുണ്ട്. ഇതാരുടെ ഖബറാണെന്ന് ചോദിച്ചാ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു വെള്ളിയാഴ്ച ജുമഅയ്ക്ക് പോലും പോകാതെ പടച്ചവനെ വീട് വളർന്നിട്ട് ശത്രുക്കളെ വീടിനകത്തിട്ട് പൂട്ടിയിരിക്കുമ്പോ ഉസ്മാൻ തങ്ങളുടെ നിസ്കാരപ്പായിലിരുന്ന് ഖുർആൻ ഓതുകയാ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ജുമഅയ്ക്ക് പോലും വീടിന്റെ പുറത്തിറങ്ങാൻ സമ്മതിക്കാതെ വീടിന്റെ തടങ്കലിനകത്ത് വെച്ചിരിക്കുന്ന ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു ഒന്നുകൊടുത്ത് കുളിച്ച് വൃത്തിയായി നിസ്കാരപ്പായിലിരുന്നിട്ട് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടിരിക്കുമ്പോ വീടിനകത്തേക്ക് ശത്രുക്കളെ പാഞ്ഞു കയറുകയാ. ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്ന ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ശരീരത്തിലേക്ക് അവർ വാട് കൊണ്ടുവിട്ടുമ്പോ തങ്ങളുടെ ശരീരത്തിൽ നിന്ന് ചുടുരക്തമിങ്ങനെ തെറിക്കുകയാ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിനകത്താ വീണത്. ആ രക്തത്തുള്ളി വീണത് എവിടെയെന്നറിയുമോ? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിനകത്താ. ഉസ്മാൻ തങ്ങളെ നോക്കുന്നു. അല്ലാഹ് എവിടെയാ വീണത്? ഏതായത്തിന്റെ മുകളിലാ? ഫസയഖുഫീകഹുമല്ലാഹ്.
അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലോ മതി എന്നുള്ള ആയത്തിന്റെ മുകളിൽ ആ രക്തം വീണത്. ആ രക്തത്തോളം പുണ്യമുണ്ടടാ ചെറുപ്പക്കാരാ. ഇവിടെ ഇരുന്ന് കരഞ്ഞാൽ, ഇവിടെ ഇരുന്ന് കരഞ്ഞാൽ രോഗം കാരണമല്ല, കടം കാരണമല്ല, ബാധിത കാരണമല്ല, ജീവിതത്തിൽ ഇന്ന് വരെ ചെയ്തു പോയ പാപങ്ങൾ ഇന്ന് മനസ്സിലേക്ക് കൊണ്ടുവന്നിട്ടോ അല്ലാഹുവിന്റെ മുമ്പിൽ പറയുമ്പോ നിന്റെ കണ്ണൊന്ന് നനഞ്ഞാൽ, ചെയ്യുന്ന സമയത്ത് കണ്ണൊന്ന് നനഞ്ഞാൽ അള്ളാഹു തരുന്ന മൂന്നാമത്തെ പ്രതിഫലം, ആ കണ്ണുനീരിന് വിലയുണ്ടടോ അള്ളാഹുവിന്റെ മുമ്പിൽ. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട തുള്ളിയ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ, അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, സമയം 11:45.